ഹലോ സൈബർ സെൽ. സി എസ് ആർ ഇല്ലല്ലോ. ഒരു കേസായിട്ട് ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കാം. സാറേ, ഈ ഫോൺ അടിച്ച കേട്ടായിരുന്നോ? ഇന്ന് എനിക്കല്ലല്ലോ ഫോണിന്റെ ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇല്ലാത്തപ്പോ ഒന്നും എടുക്കാൻ പാടില്ലേ? ഞാനെടുത്ത് ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് അത് പ്രോട്ടോകോളിൽ എങ്ങനെ ഉണ്ടാന്ന് ഓർത്തിട്ടാണ്. അയ്യോ, അല്ലാതെ മടിയായിട്ടല്ല. എന്തേ സാറേ, ഞാനൊരു പരാതി പറയാൻ വന്നതാണ്. എൻ്റെ പേര് രാഘവൻ. എന്തേ? എൻ്റെ പുതിയ മൊബൈൽ ഫോൺ എൻ്റെ കൊച്ചുമോൻ എടുത്തോണ്ട് പോയി. ഫോൺ കാണാനില്ല? കാണാനില്ല. ചേട്ടാ, അത് ഇവിടെ അല്ല പരാതി തരേണ്ടത്. ഇത് സൈബർ സെല്ലാണ്. ഫോൺ കളവ് പോയെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ. കളവ് പോയതല്ല, ഓൻ എടുത്തോണ്ട് പോയതാണ്. അതെ, അങ്ങനെ എടുത്തോണ്ട് പോണതൊക്കെ ഇവിടെ ഇല്ല പറയേണ്ടത്. അല്ല, ഞാൻ കുളിക്കാൻ പോയപ്പോ ഓൻ എടുത്തു. എന്നിട്ട് അമ്മൂമ്മയോട് പറഞ്ഞിട്ട് ഓൻ കൊണ്ടുപോയി. അമ്മൂമ്മയുടെ അടുത്ത് മേടിച്ചു തരാൻ പറയും. അല്ല, അതിപ്പോ അതില് പിന്നെ എൻ്റെ സുഹൃത്തുക്കള് ബാലനും പിന്നെ മാധവനിലും ഓരോരോ ഇങ്ങനെ രഹസ്യങ്ങളായിട്ടുള്ള ചിലത് അയച്ചു തന്നു. ഗ്രൂപ്പിൽ വരുന്ന വീഡിയോസ് അല്ലേ ചില അതിപ്പോ അവനത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വേണ്ടാതിനം കാണിച്ചാല് എന്റെ പേരിലല്ലേ കേസ് വരല്. ആ മോന്റെ അടുത്ത് വിളിച്ച് പറയേ അത് ഡിലീറ്റ് ചെയ്യാൻ. ഓന്റെ അടുത്ത് എങ്ങനെ ഞാൻ ഇത് ഓനെങ്ങനെ ഞാൻ മോൻ കാണിക്കല്? അതെ ചേട്ടാ, നിങ്ങൾക്ക് ആ വീഡിയോ അയച്ചു തന്നില്ലേ സുഹൃത്തുക്കള്? ബാലനും മാധവനുമാണ്. ബാലനോടും മാധവനോടും വിളിച്ചിട്ട് അത് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഫോണിൽ നിന്ന് അത് പൊയ്ക്കോളും. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാനാവൂലേ? നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇരുന്ന്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞത്? ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 69. ശരിക്കുള്ള വയസ്സ് പറയും. 72. 72. ഈ 72-ാം വയസ്സിലേ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോഴേ ചെയ്യാവുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഒന്നില്ലെങ്കിൽ ആ മോനെ കൊണ്ട് അത് ഡിലീറ്റ് ചെയ്യിക്കുക. മോനോട് എങ്ങനെയാ മുഖത്ത് നോക്കിട്ട് അങ്ങോട്ട് പറയണം ഡിലീറ്റ് ചെയ്യാൻ. അതെ, ഈ കണ്ണി കണ്ട ഫോണിലേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കണതൊക്കെ കുറ്റകരാണ്. എല്ലാരും കുടുങ്ങും. ഓരോ കേസ് 72-ാം വയസ്സിലേ. അതെ, ഞാനത് കണ്ടിട്ടില്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എന്താ പേര് പറഞ്ഞത്? പേര്? എന്റെ പേര് രാഘവൻ. രാഘവൻ. 72 വയസ്സല്ലേ? എല്ലാ വീഡിയോ 4-5 വട്ടം കണ്ടിട്ടുണ്ടല്ലേ വെളുപ്പിന് വരെയൊക്കെ ഇരുന്നിട്ട്? അതെങ്കിലും കാണുവാ? പിന്നെ കാണൂലേ? ഇവിടെ കള്ളത്തിനൊന്നും നടക്കില്ല. പരാതിയിട്ട് വന്നേക്കാ. ഇതിപ്പോ സ്വന്തമായിട്ട് കുടുങ്ങുന്ന എനിക്ക് തോന്നണ. ബാക്കി പറയണ? ബാക്കി വീഡിയോന്റെ ഇത് പറയണ? വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്ത് വെച്ചിട്ട് കൊച്ചുമോൻ ഫോൺ എടുത്തോണ്ട് പോയിന്ന് എന്നിട്ട് പരാതിയായിട്ട് ഇങ്ങോട്ടാ വരണേ. എന്തൊക്കെ സൈസ് ആളുകളെ കയറി വരണം ഓരോ കാര്യം. ഇതെന്താ ഒരാൾ കരഞ്ഞോണ്ട് പോകുന്നല്ലോ? സാറെ, പുള്ളി മറ്റേ അശ്ലീല വീഡിയോ കണ്ട ഫോൺ കൊച്ചും മോട്ടിച്ചുകൊണ്ട് പോയത്. അപ്പൊ അത് ഡിലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പരാതി പറയാൻ വന്നാണ്. ഞാനൊന്ന് പേടിപ്പിച്ചു വിട്ടു. അല്ല, ഇന്ന് ആരൊക്കെ കാണാൻ പറയാന്ന് പറഞ്ഞത്? ഇന്ന് 4 പേരുണ്ട് സാറേ. അതിൽ ആ കണ്ണോത്ത ഗോപൻ ചേട്ടൻ എന്തോ മരിപ്പുണ്ട്. അപ്പൊ വേറൊരു ദിവസം ഡേറ്റ് മാറ്റി കൊടുക്കണമെന്ന് പറയും. ബാക്കി 3 പേരെത്തും. ശരി ശരി ശരി. കോടതിക്കുള്ള ഫയലൊക്കെ അയച്ചില്ലേ? ശരി. ഞാൻ ആ ഫോൺ എടുത്തോണ്ടിരുന്നു. ഇപ്പൊ സാറ് ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ പറ്റുമായിരുന്നു. സാറേ, എന്റെ വാപ്പയാണ് എന്ത്? വാപ്പന്റെ കുറച്ച് കായ് നഷ്ടപ്പെട്ടിരി. അപ്പൊ അത് ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോയാ? അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? സാറേ, ഒരു കള്ള ഹിമാറ് ഓന്റെ കുട്ടിക്ക് കരലിന് പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് കായ് കരഞ്ഞു പിടിച്ച് കായ് മേടിച്ച് ഞാൻ ഒരു 10,000 ഉറുപ്പ്യ സങ്കടം തോന്നിട്ട് അയച്ചു കൊടുത്തു. ഗൂഗിൾ പേ അയച്ചു കൊടുത്ത? ഫോണിൽ നിന്ന് അയച്ചു കൊടുത്തു. ഫോണിന് അയച്ചു കൊടുത്ത അയച്ചതിന് ശേഷമാണ് ഓൻ കള്ളനാന്നുള്ള കാര്യം മനസ്സിലായി. സാറേ, അല്ല, എന്തായാലും ഇപ്പൊ ഇവിടെ സാറിനെ ഒന്ന് കണ്ടു നോക്കൂ. എന്താ അതിന്റെ സ്റ്റാറ്റസ് സാറ് പറയും. അയാളെ കണ്ടാ മതി അല്ലേ? അയാളല്ല സാർ. അതില് പോയി കാര്യങ്ങൾ വിശദമായിട്ട് പറ. ആയിക്കോട്ടെ. ഇങ്ങനെ ചോദിക്കണവർക്കൊക്കെ പൈസ കൊടുക്കാൻ നിന്നാ പറ്റിക്കണ ആളുകളുടെ എണ്ണം കൂടൂലേ? നമുക്ക് പണിയുണ്ടാക്കാം. ബാങ്കിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെസ്സേജുകൾ വരില്ല.
ഇനി എങ്ങാനും നിങ്ങൾക്ക് സംശയമുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ. ആ ശരി ഓക്കെ. എന്താ കാര്യം? ബാപ്പന്റെ ഒരു 10,000 റുപ്യ പോയിന്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തിന് ഇവിടെ. ആരോ വാപ്പയാണോ? എന്റെ പേര് കോയ. ആ കോയ. മറ്റേ കേസ് നമ്പർ 298 NCRP ബാറ് 2023 CCPS. ആ സമ്പത്ത് ഇന്ത്യ ബാങ്ക് അല്ലേ? അതെന്നെ സാറേ. പിന്നെ നിങ്ങൾ അയച്ചിട്ടുള്ള പൈസ അങ്ങേർക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാഹ് തവക്കലത്തു അലല്ലാഹ്. അതിനു മുമ്പേ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കംപ്ലൈന്റ് തന്നത് നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. തിരിച്ചു കിട്ടൂലേ? പൈസ തിരിച്ചു കിട്ടും. നാളെ രാവിലെ വന്ന് കിട്ടുമോ? നാളെ രാവിലെ ഒന്നും വന്നാൽ കിട്ടില്ല. എന്താ പൈസ ഇത് അങ്ങനെയൊന്നും പോകില്ല പടകളി. ഈ പൈസ ആവശ്യപ്പെട്ട ആള് വ്യാജനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? വാപ്പേ ഇത് അയച്ചതിന് ശേഷം വാപ്പന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫോണിൽ കൂടെ സംസാരിക്കണം ഞാൻ കേട്ട്. അപ്പൊ എനിക്ക് തോന്നി ഇതിനകത്ത് എന്തോ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ ഞാൻ ചീത്തറിയേ. അപ്പൊ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി ഇയാൾ ഫ്രോഡാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരാളാണ് അയാൾ. ഇതെന്തെന്നറിയോ, ഫോണൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണത്. ഞാൻ വളരെ നന്നായിട്ട് ഞാൻ നിലത്തൊന്നും വീഴാൻ തന്നെയാണ്. നിലത്ത് വീണ കാര്യമല്ല സാറ് പറയണേ. അല്ല പിന്നെ ഈ ഗൂഗിൾ പേ ഒക്കെ ഇനി പൈസ സാറേ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞാ അപ്പ അയച്ചു കൊടുക്കും. അപ്പോ പാസ്ബുക്ക് ഉണ്ടോ? പാസ്ബുക്ക് കായ്യപ്പഞ്ഞി ഇപ്പൊ കിട്ടുക സാറേ. എവിടെ സാറ് പറയും നോക്കട്ടെ. വേണ്ടാത്ത പരിപാടികൾ ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഇവിടെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എവിടുന്ന് പൈസ എടുത്തു തരും നിങ്ങൾക്ക്? അല്ല ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ കൊണ്ടൊക്കെ കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അവിടെച്ചോ. ഇനി നിങ്ങളുടെ പോയാല് ഇത് തന്നെ. ഇതിലൊരു കാര്യം ചെയ്യും, ഇവിടെ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സൈൻ ചെയ്തു. വാപ്പല്ലേ? ആ വാപ്പ. പറഞ്ഞിട്ട് അല്ല ഞാൻ നിങ്ങളിട്ട് ഒപ്പിട്ടാ മതി. ഇതവിടെ ഒപ്പിട്ടേ. ഓ ഭയങ്കര ഒപ്പാ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും, പോയിട്ട് ഏതെങ്കിലും ഒരു വക്കീലിനെ കാണുക കേട്ടാ. ഏതൊക്കെ സാറേ? ഏതെങ്കിലും ഒരു വക്കീലിനെ കാണുക, പോയി കണ്ട് അപ്പൊ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടാ. എന്നിട്ട് ഇപ്പൊ കായ് എവിടുന്ന കിട്ടിയപ്പോ പൈസ കിട്ടും. ആദ്യം നിങ്ങൾ വക്കീലിന്റെ അടുത്ത് ചെല്ലൂ. എന്തൊരു കാലാണ് റബ്ബേ. കോടതിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പടച്ചോൻ ഇറക്കണ ചൂടിന് കേസ് തുറക്കാൻ ഏത് കോടതിക്കാ പറ്റുക? കോടതിയോടൊപ്പം കൂടി നിൽക്കാൻ പറ്റണില്ല എന്നല്ല ആ ജാതി ചൂടാ. എടോ അത് ഞാൻ പറഞ്ഞ തന്നെയാണ് ശരി. അത് വെറുതെ ഞാൻ അതിൻ്റെ അകത്ത് പോയി തലവെക്കണ്ട. ഞാനിപ്പോ കോടതിയിലാണത്. അത് ഇന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടില്ല. ഫോൺ വെച്ചനായിരുന്നു. എന്താ കുട്ടറ പേര്? ഓ പേരെന്താണ്? പേര് സുധി. ആ നിങ്ങളെ പേരെന്താ? എന്റെ പേര് കോയാന്നാണ്. എന്താ ഇപ്പൊ ഇവിടെ എന്താ കേസ്? ഞാന് ഈ ചാക്ക ബിജുവിനെ അറിയാം. ചാക്ക ബിജു എന്ന് പറഞ്ഞാല് ചാക്ക് കച്ചവടം? അല്ലല്ല, മറ്റേ മോളിൽ നിന്നൊരു 4 ആളെ കൊന്നിട്ട് കൊലക്കേസ് പ്രതിയില്ലേ? ഞാൻ മൂപ്പര കൂടിയായിരുന്നു ഒരു 8 വർഷക്കാലം. പിന്നെ അവരുമായിട്ട് നമ്മള് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നപ്പോ ഞാൻ അതിൻ്റെ അകത്ത് മാറിക്കളഞ്ഞു. ഞാൻ പുതിയൊരു ടീമൊക്കെ ഉണ്ടാക്കി. അപ്പോ ഒരിക്കല് ചാക്ക ബിജു എന്നെ ഒന്ന് തോണ്ടാൻ വന്നു. ആകെ സീനായി. ഇപ്പൊ അവൻ ടൂൾസ് ആയിട്ട് നടക്കുക. എന്നെ ഇവിടെ കണ്ടാലും കൊല്ലൂന്ന് പറഞ്ഞു. പിന്നെ വേറെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഇവിടെ അപേക്ഷിച്ച. നന്നായി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വാപ്പനെ എവിടെയും കാണില്ല, ഞാൻ തെരഞ്ഞു നോക്കാം. ഈ വെച്ചോ. അത് ശരി. വാപ്പ ഇത് എവിടെ പോയി കിടക്കണം? ഞാനിത് എവിടെയാണ്? ഞാൻ നിങ്ങളെ ഭാഗത്ത് നിർത്തിയല്ലോ. അവിടെ നിങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? ഈ കോടതി വളപ്പ് മുഴുവൻ ഞാൻ നിങ്ങളെ തെരഞ്ഞു നടക്കുക. അപ്പൊ വക്കീല് വരണ്ടടാ. വക്കീൽ ഇപ്പൊ വരും. നിങ്ങൾ അതിനിടയ്ക്ക് ഇങ്ങോട്ട് പോന്നാൽ എങ്ങനെ? നിങ്ങൾ അവിടെ നിർത്തിയല്ല ഞാൻ. ഒന്നിന് പ്രായം എടാ ചെക്ക ചൂട് കാരണം ഇത് വന്നു തണുപ്പ് ആസ്വദിക്കാൻ വന്നാൽ കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്.
ഇവിടെ വന്ന് നിൽക്കണെന്തിനാണ്? ഞാൻ ഇപ്പൊ വാപ്പനോട് പറയായിരുന്നു, വാപ്പ അവിടെ ചൂടാണ്, ഇവിടെ തണലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിങ്ങൾ എന്താണ് സുഖവാസത്തിന് വന്നേണ്? മജിസ്ട്രേറ്റ് ഇങ്ങോട്ട് വരൂല, നിങ്ങൾ അങ്ങോട്ട് തന്നെ വരണം. പിന്നെ അതെ മൊയ്തു കേസ് വിളിക്കും. കേസ് 2896/2024 വിളിക്കും. വിളിച്ചോണ്ട് ചാടി അത് കേറിക്കോളാം. പിന്നെ അവിടെ കേറിയിട്ട് മജിസ്ട്രേറ്റിനെ കണ്ടിട്ട് ആദ്യം തന്നെ ഇങ്ങനെ തൊഴുതിട്ട് ഒന്ന് ചിരിക്കണം സന്തോഷത്തോടെ. ഒന്ന് കാണിച്ചേ, ചിരിച്ചിട്ട് തൊഴ കാണിച്ചേ. അവിടെ ചിരിച്ചാ പോരെ, ഇപ്പൊ ഇവിടെ എന്താ നാടകം കളിക്കുക? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു അയാളുടെ മുഖം തന്നെ കടന്നലൂത്തി പോലെയാണ്. ഇത് കടന്നലൂത്തി പോലെ ഇരിക്കില്ല, രണ്ടും കൂടെ ആകുമ്പോൾ ശരിയാവൂല. അങ്ങനെ ചിരിക്കുന്നത് ശരിയായി. ഒന്ന് ചിരിച്ചൊക്കെ സന്തോഷത്തോടെ. പല കേസും അങ്ങനെ തോറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടാ ചിരിച്ച മുഖത്തോടെ വരണേ. എന്തായി സ്ഥിതി കേസ്? അതൊന്നും ആയിട്ടില്ല. ആവൂല, എനിക്കറിയാല്ല. ഞാൻ നിന്നോട് തന്നെ പറഞ്ഞില്ല എന്നെ ഏൽപ്പിക്കാനായിട്ട്. അപ്പൊ കേട്ടില്ല അങ്കാരം. നീ മിക്കവാറും മറ്റന്മാരുടെ പിച്ചാത്തിപ്പിടിയിലൊന്നും ഒരു ദിവസം പത്രത്തിൽ വായിക്കാൻ പറ്റും, പ്രശസ്ത ഗുണ്ട സ്തുതി പിച്ചാത്തിപ്പിടിയിൽ. ഉണ്ണി എങ്ങോട്ട് പോണ്? ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഉണ്ണി എന്താ ഉണ്ണി ഇത്? കഷ്ടമാണ്. വക്കീല് പറഞ്ഞതുപോലെ എല്ലാം കോടതിയിൽ പറയണം. അത് കഴിഞ്ഞിട്ട് വക്കീൽ ഓഫീസിലോട്ട് വരണം. എന്തിനാ? അഡീഷണൽ കുറച്ച് പൈസ അടക്കാനുണ്ടാടാ. ഇനി കാശ് ഇറക്കാണ്ടാ? പിന്നെ നിങ്ങളെ പൈസ നിങ്ങൾക്ക് കിട്ടണ്ടേ? അത് വേണം. അപ്പം വരണം അങ്ങോട്ടി. വേറെ അതല്ലാട്ട പായമ്മക്കാര് പറയണത്. കോടതി കേസായ ജീവിതം തീർന്ന്. പൈസ ഓരോരുത്തർ കൊണ്ട് കൊടുത്തിട്ടല്ലേ സഹായിച്ചതല്ലേ ഇത്? ഇങ്ങോട്ട് നീങ്ങി കിടക്ക്. എന്തേ ഇവിടെ പോരെ, വേറെ ഒന്നുമില്ല. മൊയ്തു അവിടെ എന്തിനാ വരലോണ്ട് അമർത്തണേ? ഒരു ചവിട്ടാണ്ട് ചവിട്ട് ഞാൻ. എന്റെ ബാപ്പ അവിടെ നീരുണ്ടോ? നീരങ്ങോട്ട് പോണ്ടേ? ആ കാലിന്റെ വണ്ണത് അങ്ങടും കൂടും തിരിക്കാൻ പോലും പറ്റണില്ല. ഇന്നലെ കോടതിയിൽ 2 മണിക്കൂർ നമ്മൾ നിപ്പിൽ നിന്നില്ലേ, അതുകൊണ്ടാണ് നീരിറങ്ങിയതാ. ആ വേദന ഉണ്ട്. ആ ചെങ്ങായി എന്താ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. ചങ്ങായി ആ വക്കീല് അതെ നമ്മള് സൈബർ സ്റ്റേഷനിൽ പരാതി കൊടുത്തീനല്ലോ. സൈബർ പോലീസിന്റെ അന്വേഷണ ശേഷമല്ലേ നമ്മളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അവര്. ആ വാപ്പാ, പിന്നെന്താണ്? പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണോ? അതെന്താ അതൊക്കെ മനസ്സിലാവാത്ത? കോടതിക്ക് തെളിവ് ആണ് പ്രധാനം. ഏതോ ഒരു കള്ളയുമാറ് കരഞ്ഞ് നിലവിളിച്ചിട്ടില്ലാത്ത നോണയും പറഞ്ഞ് എന്റെ കയ്യിലെ കായ് അയച്ചു കൊടുത്തതാണ്. അത് കോടതിക്ക് ബോധ്യമുള്ളതാണ്. സൈബർ പോലീസ് അത് തടഞ്ഞു വെച്ചതാണ്. ഇനിയിപ്പോ എന്താണ് കോടതിക്ക്? എന്തായാലും ഓർക്ക് അന്വേഷണ റിപ്പോർട്ട് വേണം. അതാ പോര് പറയണേ. അതിനിപ്പോ ഇനി നമ്മള് സൈബർ പോലീസിൽ ചെന്നിട്ട് ആ പേപ്പർ വാങ്ങി കോടതി കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ പോണ്ട. 26-ാം തീയതി കേസല്ലേ? ആ കേസിന് അന്ന് പോലീസുകാര് കോടതിയിൽ എത്തിച്ചോളൂ. അത് മിനിറ്റ്. ആരാപ്പത്? ഹലോ, ഹലോ, ആരാണ്? ഞാന് മന്മഥ വക്കീലിന്റെ ക്ലർക്കാണ്, ഉണ്ണിയാണ്. പറ. മന്മഥ വക്കീൽ 28-ാം തീയതി കോടതിയിലുണ്ടാവൂല കേട്ടാ. അല്ലോ എന്തേ? വക്കീലിന് ഹൈക്കോടതിയിൽ കേസുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ എന്താക്കൂ? പകരം വേറെ വക്കീലുണ്ടാവും, സുഗതം വക്കീല്. ആണോ? അല്ല അയാളപ്പോ ഞങ്ങൾക്ക് എങ്ങനെ അറിയാ? സുഗതം വക്കീലിന് കോട്ടുണ്ടാവൂലേ? ഞാനുണ്ടാവും ഒപ്പരം ഞാനുണ്ടാവും. നിങ്ങളുണ്ടാവും അല്ലേ? പക്ഷെ എനിക്ക് കോട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് രാവിലെ അടുത്ത 10 മണിക്ക്. ശരി. എന്താ പറഞ്ഞ? ആരാ പറഞ്ഞ? അതേ ഇവിടെ വക്കീലൊന്നും ഉണ്ടാവില്ല. അതെന്താ ഇല്ലാത്ത? എന്താ മൂപ്പര് നിയമങ്ങളൊക്കെ പറഞ്ഞാ? അതല്ലാന്ന് മൂപ്പർക്ക് ഹൈക്കോടതിയിൽ എന്താ വലിയ കേസായിട്ട് അങ്ങോട്ട് പോവാ. എന്താ നമ്മുടെ കേസ് വലുതല്ലേ? നമ്മള് 10,000 രൂപന്റെ കേസല്ല, അയാള് ലക്ഷക്കണക്കിന് രൂപന്റെ കേസിന് പോയിരിക്കും. 10,000 രൂപ ഒരു വില ഉണ്ടാവില്ല, പിന്നെ എനിക്ക് വില ഉണ്ടാവില്ല. നോക്കാം നമുക്ക്. എന്തായാലും നിങ്ങൾക്ക് കിട്ടണം പാപ്പ. നിങ്ങള് ഒരു 5,000 രൂപ 2,000 രൂപ ഞാൻ ചോദിച്ചാൽ എനിക്ക് തരൂല. ഒരുത്തൻ ഫോണിൽ കൂടെ വന്ന് കരഞ്ഞാണ്ട് പറഞ്ഞപ്പോ 10,000 രൂപ അങ്ങോട്ട് എടുത്തു കൊടുത്തില്ല നിങ്ങള്? ഞാൻ കുടുങ്ങിയതാണ്. കുടുങ്ങിയതോ? അതുകൊണ്ടല്ല ഇപ്പൊ ഞാനും കൂടെ നടക്കേണ്ടത്. വേറെ എവിടെയും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഇങ്ങനെ നടക്കുക. മതി. നൗഷോ, പിന്നെ ദിവാകരനെ കണ്ടിട്ട് ആ പൈസ മേടിച്ചേക്കണെന്നേ മുപ്പത് ഇന്നാ തരാന്ന് പറഞ്ഞ ദിവസം ഞാൻ എത്തൂല. ഞാൻ ബാപ്പാന്റെ കൂടെ കോടതിയിലുള്ള ഇവിടുന്ന് എപ്പോഴാ രക്ഷപ്പെടാന്ന് അറിയില്ല. എന്റെ ബൈക്ക് എടുത്തോ. ആയിക്കോട്ടെ. വാങ്ങിച്ചു വെക്കണം കേട്ടോ. ആയിക്കോട്ടെ, ശരി. ഇവിടെ ഇരിക്കാനാ ഗുമസ്തൻ പറഞ്ഞ്. അതാ വന്നു. അല്ല വക്കീൽ അവിടെ. വക്കീൽ ഇപ്പം വരും. സുഗതം വക്കീലാണ്. പറഞ്ഞു. ഭൂതം വക്കീൽ ആരാന്നോ? മൂപ്പറ് കേക്കണ്ട ആരാന്നല്ലേ? മൂപ്പറ് കോടതി പോയി കഴിഞ്ഞിട്ടില്ല, വാദികളും പ്രതികളൊക്കെ പേടിച്ച് വിറച്ചളയും. ഇവിടെ ഇപ്പൊ എന്താ വാദിക്കാനുള്ളത്? ഇവിടെ പ്രതി ഇല്ലല്ലോ, വാദിയായിട്ടുള്ള ഞാൻ മാത്രമല്ലേ ഉള്ളോ? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. മൂപ്പറൊരു ശുഷ്കാന്തിനെ പറ്റി
മൊത്തം ലോ പോയിന്റ് ബൈക്കാർട്ടാ ഉപ്പർ. ദുഷ്കാന്തിയൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾ ആ വക്കീലിനെ അങ്ങോട്ട് വിളിച്ചോണ്ടാ. ഒരു വലിയ പ്രഗത്ഭനായ വക്കീലെ വരൂ. പ്രഗത്ഭനാച്ചിട്ട് കായ് കിട്ടണ്ട, എന്റെ കായ് പോയി കിടക്കല്ലേ ഇപ്പൊ. ഇപ്പൊ വരുമല്ലോ അല്ലേ? ഇപ്പൊ വരും. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം. നിങ്ങൾ വന്നാ മതി. ആ അതേ ഒരു 15 രൂപ ചില്ലറ ഉണ്ടാവോ? ചില്ലറൊന്നും കയ്യിലെടുത്തില്ല. സുഖം സാറേ, സുഖം സാറേ. ഇതാണ് കക്ഷികള്. ഞാൻ പറഞ്ഞു സാറേ. ഇതിലാരാ കക്ഷി? ഞാനാണ്. പിന്നെ ഇയാളെന്തിനാ അടുത്ത് മാറി? ഞാൻ മോനാണ്. അല്ല മോനല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ മൂപ്പരോട് സംസാരിക്കട്ടെ കേട്ടാ. 17/6/2023 സൈബർ സെല്ലില് പരാതി കൊടുത്ത്? അല്ലടാ, എടാ ഇയാളോടല്ല പറഞ്ഞു, ഞാൻ ഇവിടെ അല്ലേ ചോദിക്കുന്നു. അല്ലേ അന്നല്ലേ പരാതി കൊടുത്തു? എന്നെ അപ്പൊ ഈ നമുക്കിപ്പോ ഈ ചെക്കായിട്ട് വേണോ അതോ ക്യാഷ് ആയിട്ട് വേണോ? പൈസയായിട്ട് കിട്ടുമോ സാറേ? ഞാനിത് ഇവിടെ ചോദിക്കട്ടെ. ഇതിപ്പോ അവിടെ ഞാൻ ചോദിക്കുമ്പോ സംസാരിക്കേണ്ടത് അവരാണ്. അപ്പൊ പൈസയായിട്ട് മതി എന്ന് പറഞ്ഞു. എനിക്കല്ലേ, എനിക്ക് ചെക്കായിട്ട് മതി സാറേ. ചെക്ക് മതിയില്ലേ? അതൊക്കെ അല്ലേ. ശരി ശരി. അപ്പൊ 28/96/2004 വിളിക്കുമ്പോ അങ്ങോട്ട് വരണം. ശരി. ഈ കായ് ഇപ്പൊ എപ്പോഴാ കിട്ടിയപ്പോ? കിട്ടിയത് എന്താ പൈസയായിട്ട് കിട്ടിയ എന്തേ കുഴപ്പം കേക്ക്? ഇതിന് ചെക്ക് പറഞ്ഞു എനിക്ക് കിട്ടൂല. കായായിട്ട് കിട്ടിയാല് അതന്നെ ചെക്കാവുമ്പോ എന്റെ ബാങ്കിൽ ഇടാ. കണ്ടാ പവർ കണ്ടാ സുഖം സാറിന്റെ? എന്ത് സുഖം സാറ് പറയുന്ന പോലെ കോടതി പറഞ്ഞാ മതി. അത് കഴിഞ്ഞിട്ട് മന്മൽ സാറിന്റെ ഓഫീസ്